بسم الله الرحمن الرحيم أيها الطلبة السلام عليكم ورحمة الله أرحبكم جميعا إلى هذه الحلقة الجديدة. وفي الحلقة السابقة قرأنا قصة عمر بن الخطاب رضي الله عنه مع المرأة. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു കഥയാണ് നാം പഠിച്ചത്. قرأنا رأى عمر رضي الله عنه ضوءا نارا عند الجبل فاقترب منه. ഉമർ റളിയല്ലാഹു അൻഹു ഒരു മലയുടെ അടുക്കൽ, പർവ്വതത്തിൻ്റെ അടുക്കൽ ഒരു തീ കണ്ടു. ഫഖ്തറബ മിൻഹു, എന്ത് ചെയ്തു? ഉമർ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. മൻ റഅ ഉമറു ഇൻദ നാർ ഇൻദ അല്ലാഹു, ആ വെളിച്ചത്തിൻ്റെ അടുത്തിൽ, തീയിൻ്റെ അടുക്കൽ ഉമർ ആരെയാ കണ്ടത്? ആരെയാ കണ്ടത്? റഅ മർഅ അല്ലേ, റഅ മർഅതൻ വ അത്ഫാലൻ, ഒരു സ്ത്രീയെയും കുട്ടികളെയുമാണ് കണ്ടത്. ലിമ യബ്കിൽ അത്ഫാൽ, ലിമ യബ്കിൽ അത്ഫാൽ, യബ്കിൽ അത്ഫാലു മിനൽ ജൂ, യബ്കിൽ അത്ഫാലു മിനൽ ജൂ, വിശപ്പ് കൊണ്ടാണ് കുട്ടികൾ കരയുന്നത്. റഅ ഉമറു ഇൻദൽ മർഅ, ആ സ്ത്രീയുടെ അടുക്കൽ എന്താ കണ്ടത്? റഅ ഖിദ്റൻ അല നാരിൻ, റഅ ഖിദ്റൻ അല നാരിൻ. മാദാ ഫിൽ ഖിദ്ർ, ആ പാത്രത്തിൽ, കലത്തിൽ എന്താ ഉണ്ടായിരുന്നത്? മാഉൻ, എന്താ ഉള്ളത്? വെള്ളം. ലിമ തഫ്അലുൽ മർഅതു ഹകദ, എന്തിനാ ഈ സ്ത്രീ ഈ വെള്ളം അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ചൂടാക്കുന്നത്? ലിമ തഫ്അലു, എന്തിനാ? ലി തുസ്കിത്തൽ അത്ഫാൽ ഹത്താ യനാമു, കുട്ടികളെ സമാധാനിപ്പിക്കാൻ, അവർ ഒന്ന് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് സ്ത്രീ അങ്ങനെ ചെയ്തിരുന്നത്, അല്ലേ? ലമ്മ ആലിമ ഉമറു ഹികായത്തുൽ മർഅ, ലമ്മ ആലിമ ഉമറു റളിയല്ലാഹു അൻഹു ഹികായത്തുൽ മർഅ മാദാ ഫഅല ഉമറു, ഈ സ്ത്രീയുടെ ഈ ഹിക്കായ സംഭവം, അവസ്ഥ കേട്ടപ്പോൾ, അറിഞ്ഞപ്പോൾ, മാദാ ഫഅല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? നഖ്റഉ ബാഖിൽ ഖിസ്സ, കഥയുടെ ബാക്കി ഭാഗം നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്ങായി കൊടുത്തിരിക്കുന്നത് മാദാ ഫഅല ഉമർ റളിയല്ലാഹു അൻഹു, മാദാ ഫഅല ഉമർ റളിയല്ലാഹു അൻഹു. ഫമാ ലബിസ അൻ ഹർവല ഇലാ ദാരി ദഖീഖ് ثم أخرج كيسا من دقيق വക്കബത്തം മിൻ ഷഹ്മിൻ. എന്താ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്? ഫമാ ലബിസ, ഒട്ടും താമസിച്ചില്ല. അൻ ഹർവല, അൻ അസ്റ, ഹർവല എന്ന് പറഞ്ഞാൽ ഓടിയെന്ന. ഉമർ ഓടി എങ്ങോട്ട്? ഇലാ ദാരി ദഖീഖ്, ദഖീഖ് നമ്മൾ പഠിച്ചു, പൊടി. ഇലാ ദാരി ദഖീഖ്, പൊടികളൊക്കെ, ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഗോഡൗണിലേക്ക് ഓടി. തുമ്മ അഖ്റജ കീസം മിൻ ദഖീഖിൻ, പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു? ഒരു ബാഗ്, ഒരു കീസ് പൊടിയെടുത്തു. കബ്ബത്തം മിൻ ഷഹമിൻ, കബ്ബത്ത് കിത്താത്ത്, കഷ്ണം, പീസ്. എന്തിൻ്റെ? നെയ്ക്കട്ടയുടെ. ഷഹമ് നെയ്യാണ്. കബ്ബത്തം മിൻ ഷഹമിൻ, നെയ്ക്കട്ടയുടെ ഒരു കഷ്ണവും ഒരു കീസ്, ഒരു ബാഗ് പൊടിയും എടുത്തു. അദ്ദേഹം എന്ത് ചെയ്തു? എന്നിട്ട് വഖാല ലി സാഹിബി, തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. ആരാ കൂട്ടുകാരൻ? മൻ, കൂട്ടുകാരൻ ആരായിരുന്നു? അസ്ലം. ഖാല ലി സാഹിബിഹി യാ അസ്ലമു യഹ്മിൽഹു അലാ ളുഹ്രി, എന്താ ഉമർ പറഞ്ഞത്? യാ അസ്ലം, അല്ലയോ അസ്ലം, യഹ്മിൽഹു അലാ ളുഹ്രി, ഇതെൻ്റെ പുറത്ത് വെച്ച് തന്നാട്ടെ. യഹ്മിൽഹു അലാ ളുഹ്രി, ഈ കീസ്, ഈ ബാഗ്, യഹ്മിൽഹു അലാ ളുഹ്ർ, ളുഹ്ർ മുതുക്, പുറത്ത്, ഇതെൻ്റെ പുറത്ത് വെച്ച് തന്നാട്ടെ. ഫഖുൽത്തു,
അപ്പോൾ അസ്ലം പറയാണ്, ഞാൻ പറഞ്ഞു അന അഹ്മിലു അൻക, അത് ഞാൻ ചുമന്നോളാം, ഞാൻ എടുത്തോളാം. ഹമല പറഞ്ഞാൽ ചുമന്നു വഹിച്ചു എന്ന്. അന അഹ്മിലു അൻക, അത് ഞാൻ ചുമന്നോളാം. ഫഖാല, അപ്പോൾ ഉമർ ചോദിച്ചു, അൻത തഹ്മിലു വിസ്രി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എൻ്റെ പാപഭാരം നീ ചുമക്കുമോ? ഫഹമ്മൽതു ദാലിക അലൈഹി, അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുതുകിൽ വെച്ചു കൊടുത്തു. അടുത്ത പാരഗ്രാഫ്, വസൽന ഇലൈഹ നുഹറുവിൽ, വസൽന ഇലൈഹ, വസൽന ഞങ്ങൾ എത്തി, ഇലൈഹ ആ സ്ത്രീയുടെ അടുത്തെത്തി, നുഹറുവിൽ ഞങ്ങൾ ഓടുകയായിരുന്നു. ഓടിക്കത്തിച്ച് ഞങ്ങൾ ആ സ്ത്രീയുടെ അടുത്തെത്തി. വഅഖ്റജ റളിയല്ലാഹു അൻഹു ഷൈഅൻ മിന ദഖീഖ്, ഉമർ റളിയല്ലാഹു അൻഹു അല്പം പൊടിയെടുത്തു. ഫഖാല ലഹ, എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, ദുദ്ദി അലയ്യ, നീ ഇങ്ങോട്ട് കുറച്ച് വെള്ളം തെളിക്ക്. വ അന ഉസായിദുക്കി, ഞാൻ നിന്നെ സഹായിക്കാം. ഫതബഖത് തആമ ബിനഫ്സിഹി, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം അദ്ദേഹം തന്നെ ഭക്ഷണം പാകം ചെയ്തു. ഫഖാല ലഹ, ആ സ്ത്രീയോട് പറഞ്ഞു, ദുദ്ദി അലയ്യ, ദർറ എന്ന് പറഞ്ഞാൽ റഷ എന്നൊക്കെ അർത്ഥം. ദുദ്ദി അലയ്യ, എനിക്ക് ഇന്ന് അല്പം വെള്ളം ഇങ്ങ് തെളിച്ചതാ. വ അന ഉസായിദുക്കി, ഞാൻ നിന്നെ സഹായിക്കാം. എന്നിട്ടോ ഫതബഖത് തആമ ബിനഫ്സിഹി, ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഭക്ഷണം പാകം ചെയ്തു. സുമ്മ അത്അമഹും, പിന്നെ അവരെ ഭക്ഷിപ്പിച്ചു. ഹത്താ ശബിഉ, ശബിഉ എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞു. ഹത്താ ശബിഉ, വയറ് നിറയുന്നത് വരെ അവരെ ഭക്ഷിപ്പിച്ചു. വഖാല അസ്ലം, അപ്പോൾ അസ്ലം പറഞ്ഞു, അസ്ലം പറയാണ്, ഖുംതു മഅഹു, ഞാൻ ഉമറിൻ്റെ കൂടെ എഴുന്നേറ്റു, പോകാൻ വേണ്ടി അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി എഴുന്നേറ്റു. ഫഖാലത്ത്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു നിങ്ങൾക്ക് നന്മ ചൊരിയട്ടെ. പിന്നെയോ, അൻത ബിഹാദൽ അംരി ഔലാ മിൻ അമീരിൽ മുഅ്മിനീൻ, ഈ ഒരു കാര്യം കാരണം താങ്കൾ എനിക്ക് അമീറുൽ മുഅ്മിനേക്കാൾ കൂടുതൽ വേണ്ടപ്പെട്ടവനാണ്, ബന്ധപ്പെട്ടവനാണ്. ബിഹാദൽ അംർ എന്ന് പറയുമ്പോൾ ഈ കാര്യം അഥവാ ഈ ഒരു പ്രവൃത്തി കാരണത്താൽ. ഫയഖൂലു, അപ്പോൾ ഉമർ പറയുന്നുണ്ടായിരുന്നു, ഖൂലി ഖൈറ, നല്ലത് പറഞ്ഞോ. ഇദാ ജിഇതി അമീറുൽ മുഅ്മിനീൻ, നീ അമീറുൽ മുഅ്മിനീൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ, വജത്തനി ഹുനാക്ക ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ നിനക്ക് എന്നെ അവിടെ കാണാം. ഇദാ ജിഇതി അമീറുൽ മുഅ്മിനീൻ, നീ അമീറുൽ മുഅ്മിനീൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ, വജത്തനി ഹുനാക്ക ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്നെ നിനക്ക് അവിടെ കാണാം. ഇത് ഹാദിഹി ഖസ്സത്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഅ ഉമ്മിൽ അത്ഫാൽ, ഇതാണ് ഈ കഥ. അടുത്ത് നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ സൈഡിൽ 45-ാമത്തെ പേജ്, അതിൻ്റെ സൈഡിൽ അതിലെ ഒറ്റവാക്ക് അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹർറത്ത് അർളുൻ ദാത്തു ഹിജാറത്തിൻ സൗദ, യതലാഗൗൻ യതസായഹൂൻ, ലൗ അവിടെ ഉദ്ദേശിക്കുന്ന നാർന്ന, കബ്ബത്ത് ഖിത്അത്ത് പീസ് കഷ്ണം, ഹർവല അസ്ര ഓടി, വിസിർ ദംബ് പാപം. ഒരു 3 ചോദ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. മൻ ഖാല വലിമൻ, കൂട്ടുകാർ നോട്ടിൽ എഴുതേണ്ടതാണ്. ആരാണ് പറഞ്ഞത്? ലിമൻ ആരോട്, ആരോട് പറഞ്ഞു എന്നാ. ഇഹ്മിൽഹു അലാ ലഹരി, അത് എൻ്റെ പുറത്ത് വെച്ച് തന്നാട്ടെ. ആരാ പറഞ്ഞത്? ഖാല ഉമർ റളിയല്ലാഹു അൻഹു ലി സാഹിബിഹി അസ്ലം, ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരനായ അസ്ലമിനോടാണ് പറഞ്ഞത്. അടുത്തത് മൽ മുറാദു ബിൽ വിസ്ർ, വിസ്ർ എന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശം എന്നാ എവിടെ വന്നത്? അൻത തഹ്മിൽ വിസ്രി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എൻ്റെ ഭാരം നീ ചുമക്കുമോ എന്നാ. വിസ്റോട് ഉദ്ദേശിക്കുന്നത് ദംബുൻ പാപം, ദംബുൻ പാപം, പാപഭാരം. ലിമ ഹർവല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാ ഓടിയത്? ലി തബ്ഖി ത്വാം, അല്ലേ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയത്. പിന്നെ മാദാ അജാബ് ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്ത് മറുപടിയാണ് പറഞ്ഞത്? ആരോട്? ലിൽ മർഅ, ആ സ്ത്രീയോട് എന്ത് മറുപടിയാണ് പറഞ്ഞത്? ഇദാ ജിഇതി അമീറുൽ മുഅ്മിനീൻ വജത്തനി ഹുനാക ഇൻഷാ അല്ലാഹ്. അടുത്തത് ആ പാഠവുമായി ബന്ധപ്പെട്ട 1-2 പ്രവർത്തനങ്ങളാണ്.
ഒന്നാമത്തെ പ്രവർത്തനം നുലാഹുൽ കലിമത്തൽ മുസത്തറ വനഖ്താറുൽ ജുമലൽ മുമാസില മിനന്നസ്. അടിവരയിട്ട മുസത്തർ എന്ന് പറഞ്ഞാൽ അടിവരയിട്ടത്, സത്തർ. നുലാഹുൽ കലിമത്തൽ മുസത്തറ അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കുക. വനഖ്താറുൽ ജുമലൽ മുമാസില മിനന്നസ് പാഠഭാഗത്തിൽ നിന്ന് സമാനമായ പദങ്ങൾ കണ്ടെത്തുക. കൊടുക്കുന്നത് ഖറജ്ന മഅ അമീരിൽ മുഅ്മിനീൻ. അവിടെ അടിവരയിട്ടിരിക്കുന്നത് ഖറജ്ന എന്നതിനാണ്. ഖറജ പുറപ്പെട്ടു, ഖറജ്ന ഞങ്ങൾ പുറപ്പെട്ടു, കതബ എഴുതി, കതബ്ന ഞങ്ങൾ എഴുതി. അങ്ങനെ സമാനമായ ഖറജ്ന പോലെ ഞങ്ങൾ എന്ന് പറയുന്ന പ്രയോഗം വരുന്ന പദങ്ങളുണ്ട് ആ പാഠത്തിൽ. വസലന്ന എന്ന് പറയുന്നുണ്ട്, വസൽന. അപ്പോൾ ഖറജ്ന പോലെ സമാനമായ പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തി നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുക. അടുത്തത് നുനാഖിഷു വനക്തസിഫു ഔസാ റുഅസാഇൽ മുഖ്ലിസീന വനുളീഫു. നുനാഖിഷു വനക്തസിഫു നമ്മൾ കണ്ടെത്തുക. ഔസാഫ് റുഅസാഇൽ മുഖ്ലിസീൻ നിഷ്കളങ്കരായ നേതാക്കന്മാരുടെ വിശേഷണങ്ങൾ, ഗുണങ്ങൾ. അപ്പോൾ രണ്ട് ഗുണങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നല്ല നേതാക്കന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നത് അതിലേക്ക് നമ്മളുടെ വകയായി നമ്മൾ ചേർത്ത് കൊടുക്കണം. യതഹമ്മലൂന മശാക്കിലന്നാസ് ജനങ്ങളുടെ പ്രയാസങ്ങൾ അവർ ഏറ്റെടുക്കുന്നു. യതഹമ്മലൂന എന്ന് പറഞ്ഞാൽ വഹിക്കുന്നു. മശാക്കിലന്നാസ് ജനങ്ങളുടെ പ്രയാസങ്ങൾ അവർ ഏറ്റെടുക്കുന്നു, വഹിക്കുന്നു. യുംഫിഖൂന അംവാലന്നാസ് ജനങ്ങളുടെ സമ്പത്ത് അവർ ചിലവഴിക്കുന്നത് ബിദ്ദിഖത്തി വളരെ സൂക്ഷ്മതയോട് കൂടിയായിരിക്കും. പൊതുമുതൽ വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും അവർ സൂക്ഷിച്ചായിരിക്കും കൈകാര്യം ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് ഇത്തരം നല്ല ആളുകളുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അൽ ബാഖി ഫി ഹൽഖത്തിൻ ഖാദിമ ഇൻഷാ. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.